മാത്യു കുഴൽനാടന്റെ പുതിയ ആരോപണത്തിൽ രേഖകൾ നിരത്തി വ്യവസായ മന്ത്രി പി രാജീവിന്റെ മറുപടി. കുഴൽനാടന്റെ വെടികൊണ്ടത് UDF നേതാക്കൾക്കെന്ന പി രാജീവ്. CMRL-ന് ഖനനാനുമതി നൽകിയത് AK ആന്റണി സർക്കാർ. കോടതി ഉത്തരവുണ്ടായിട്ടും പിണറായി വിജയൻ സർക്കാർ CMRL-ന് ഖനനാനുമതി നൽകിയില്ലെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. ഞാൻ പറയുന്നത് ആ ലീസ് ക്യാൻസൽ ചെയ്ത് സ്ഥലം ഏറ്റെടുക്കാനുള്ള അവസരം വേണ്ടെന്ന് വെച്ചു എന്ന് മാത്രമല്ല, ആ ലീസ് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ള അറ്റംപ്റ്റ് നടത്തിയത് ഇതുവരെ മനസ്സിലായില്ലേ? The file would have naturally ended. What was his interest? Why the CM invoked for the file? ആദ്യ ആരോപണം പച്ചപിടിക്കാത്തതോടെയാണ് കുഴൽനാടന്റെ അടുത്ത വെടിപൊട്ടിക്കൽ. പക്ഷേ ആ വെടി കൊണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന AK ആന്റണി അടക്കമുള്ള UDF നേതാക്കളുടെ നെഞ്ചിൽ. ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉണ്ടയുള്ള വെടി തന്നെയാണ് വച്ചിരിക്കുന്നത്. പക്ഷെ അത് സ്വന്തം മുന്നണിക്കെതിരെയുള്ള ആ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയുള്ള ഒരു വെടിയായിട്ടാണ് കാണേണ്ടത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യം, അദ്ദേഹം ഒരു യോഗം വിളിച്ചു. ആ യോഗം വിളിച്ചതാണ് ഈ കമ്പനിയുമായി സാമ്പത്തികമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാരണം. അത് മൈനിങ് ലീസ് നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ്. അതായത് അദ്ദേഹം പറയുന്നത് മൈനിങ് ലീസ് നൽകുന്നതിന് വലിയ തോതിൽ പണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മൈനിങ് ലീസ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതനായ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അത് സംബന്ധിച്ചുള്ള ആദ്യത്തെ ഉത്തരവ് മൈനിങ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാം എന്നുള്ള ഉത്തരവ് ഒരു നയമായി 22/10/2022 ആദ്യത്തെ ജിയോ ഇറങ്ങുകയുണ്ടായി. അന്ന് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന മുന്നണിയാണ്. അവിടെ നിന്ന് ക്ലിയറൻസ് കിട്ടി. ആ ക്ലിയറൻസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ 15/9/2004 സെപ്റ്റംബർ 15-ാം തീയതി സർവേ നമ്പറുകൾ ഉൾപ്പെടെ ലീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആകെ ഈ പറയുന്ന കമ്പനിക്ക് നൽകിയിട്ടുള്ള ലീസ്. അത് UDF കാലത്ത് നൽകിയിട്ടുള്ളതാണ്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2016 മുതൽ 2019 വരെ CMRL-ന് ഖനനത്തിന് സാങ്കേതികമായി ഇടതു സർക്കാരിന് അനുവാദം നൽകാം. പക്ഷേ പിണറായി സർക്കാർ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ല. എന്ന് വെച്ചാൽ ആദ്യം UDF ഗവൺമെൻറ് ലീസ് കൊടുത്തു. ആ ലീസ് ഇവിടെ പറഞ്ഞ പോലെ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് റദ്ദാക്കിയതിനെതിരെ പ്രസ്തുത കമ്പനി കോൺഗ്രസ് നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുള്ള ട്രിബ്യൂണലിൽ പോയി. ആ ട്രിബ്യൂണൽ ഈ റദ്ദാക്കിയ ഉത്തരവ് റദ്ദാക്കി. ആ റദ്ദാക്കിയതിനെ തുടർന്ന് ഇത് കൺസിഡർ ചെയ്യാൻ പറഞ്ഞ് ഗവൺമെൻറ്റിന് ഡയറക്ഷൻ കൊടുത്തു. ഡയറക്ഷൻ വന്നപ്പോൾ LDF ഗവൺമെൻറ് വന്നു. LDF ഗവൺമെൻറ് കൺസിഡർ ചെയ്തിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ പോളിസിക്ക് നിരക്കുന്നതല്ല, ഞങ്ങൾ റദ്ദാക്കുന്നു. അവിടുത്തെ ശേഷമാണ് ഈ യോഗമെങ്കിൽ നിങ്ങൾ പറഞ്ഞത് വളരെ വാലിഡ് പോയിന്റ്. പക്ഷേ അതിനുശേഷം പിന്നെയും കുറച്ച് പുഴയോടെ വെള്ളം ഒഴുകി. അതിനുശേഷം ഈ കമ്പനി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങളുടെ പോളിസിയല്ല, യൂണിയൻ ഗവൺമെൻറ് നയമാണ്, ഇത് മേജർ മിനറലാണ്, അത് സംബന്ധിച്ച് യൂണിയൻ ഗവൺമെൻറ് നയം നിൽക്കുള്ളൂ. അതുകൊണ്ട് ഇത് LDF ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് റദ്ദാക്കി. അതിനെതിരെ അപ്പീൽ പോകാൻ UDF ഗവൺമെൻറ് വൈകി. TN പ്രതാപൻ രേഖാമൂലം ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. അങ്ങനെ ഡിവിഷൻ ബെഞ്ചിലേക്ക് വന്നു. ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ശരിവച്ചു. അതിനെ തുടർന്ന് സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി ആ ഉത്തരവ് വീണ്ടും ശരിവച്ചു. അപ്പോൾ സുപ്രീം കോടതി ആധികാരികമായി സാങ്കേതികമായി ഇത് ശരിവച്ചിരിക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ഒരു യോഗവും വിളിക്കേണ്ട, പിറ്റേ ദിവസം തന്നെ ഇവർക്ക് ലീസ് ഓട്ടോമാറ്റിക്കായി വർക്ക് തുടങ്ങാം. ഇത് നമ്മൾ തൊട്ടില്ല. ആദ്യ സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയത് മുതൽ പ്രതിക്കൂട്ടിൽ UDF നേതാക്കൾ. കമ്പനിക്ക് അനുകൂല നിലപാടെടുക്കാത്ത LDF-നെതിരെയാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. അതായത് കുഴൽനാടന്റെ ഒരു ആരോപണം കൂടി പൊളിയുകയാണെന്ന് വ്യക്തം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.